ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയായിരുന്നു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ തിരിച്ചെത്തിയത്. രണ്ടാം പകുതിയിൽ പകരക്കാരന്റെ വേഷത്തിലാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഇറക്കിവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഇറക്കുന്ന സമയത്ത് കാർലോ ആഞ്ചലോട്ടിയുടെ മകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പരിശീലകനുമായ ഡേവിഡ് ആഞ്ചലോട്ടി അതിനോട് നീരസം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ഇറങ്ങുന്ന സമയത്ത് കാർലോ ആഞ്ചലോട്ടി നെയ്മറോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഡേവിഡ് ആഞ്ചലോട്ടി നെയ്മറോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും ചില നീരസങ്ങൾ പ്രകടമായിരുന്നു. നെയ്മറെ ഇറക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്ന തരത്തിലുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇതിനോടൊരു യോജിപ്പില്ലാത്ത രൂപത്തിലാണ് അവിടെ ഡേവിഡ് ആഞ്ചലോട്ടി പെരുമാറിയത്. അതിന്റെ വീഡിയോ ഇന്നലെ വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നെയ്മർ ആരാധകരിൽ നിന്നും ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടിക്ക് പലവിധ അഭിപ്രായങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അധിക്ഷേപങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനോടുള്ള പ്രതികരണവുമായിക്കൊണ്ട് ഡേവിഡ് ആഞ്ചലോട്ടിയുടെ ഭാര്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അവിടെ എന്താണ് ഇത് നടന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല, അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് ഡേവിഡ് ആഞ്ചലോട്ടിയുടെ ഭാര്യ അവിടെ എഴുതിയിട്ടുള്ളത്. അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെയാണ്: ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ എനിക്ക് വൻതോതിലുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ ചീത്ത വിളികളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ചിത്രത്തെ പൂർണ്ണമായും തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് സൈബർ ആക്രമണം നടത്തിയവരോട് ഡേവിഡ് ആഞ്ചലോട്ടിയുടെ ഭാര്യ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയറോട് ഡേവിഡ് ആഞ്ചലോട്ടിക്ക് യാതൊരുവിധ നീരസമോ എതിർപ്പോ ഇല്ല. ആ വീഡിയോ തെറ്റായിക്കൊണ്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും നെയ്മർ ജൂനിയർ കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചെത്തി. ഇനി ബ്രസീലിന്റെ എതിരാളികൾ ജപ്പാനാണ്. ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.